ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യം വളമ്പലം കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ച് വെക്കലാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് തീരണ്ടേ? തീരാത്തോണ്ട് ഞാൻ വിചാരിച്ച് വളമ്പിയിട്ട് എല്ലാവർക്കും കൊടുക്കാം, എന്നിട്ട് വെക്കാന്ന് വിചാരിച്ചു. എത്ര നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളി. താഴെ കമന്റ് ആയിട്ട് പോരട്ടെ. നല്ലൊരു മന്തി ഉണ്ടാക്കിനി. ആ ലൈവിൽ കുറെ തൊലിച്ചാൻ വന്നിനി. ആ തൊലിയൊക്കെ കഴിഞ്ഞാലേ ഞാൻ വിചാരിച്ച് ഫേസ്ബുക്കും യൂട്യൂബുക്കും ഒരു കണ്ടന്റ് ആയി കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എത്ര നിങ്ങളെ അഭിപ്രായം? നല്ല നാടൻ മന്തി ഉണ്ടാക്കണേ വന്നോളൂ. അടിപൊളി ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കണ്ട നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി മന്തി ഞാനിന്ന് ഉണ്ടാക്കി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഒരുപാട് ഇഷ്ടമായ ഒരു ഐറ്റമാണിത്. ഇവിടെ എല്ലാ കുട്ടികൾക്കും, ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾക്കും ഇവിടുത്തെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മന്തിയുടെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. വളമ്പി ഇവിടെ ഇങ്ങനെ കുത്തർന്നാ ശരിയോ? ഇല്ല കുട്ടികളെ നമുക്ക് വെക്കണ്ടേ? ചോറ് വെച്ചിട്ടില്ലല്ലോ, അതിന്റെ മുമ്പാണ് വളമ്പിയത് കാണിച്ചു തന്നേക്കല്ലോ. അപ്പൊ ചോറ് വെക്കണ വീഡിയോ കാണാനല്ലോ ഇപ്പൊ നിങ്ങൾ വന്നത്, അല്ലാതെ ഞാൻ വളമ്പിണ വീഡിയോ കാണാനല്ലല്ലോ. ആദ്യം തന്നെ നമ്മളിപ്പത്തെ കാട്ടണ്ടേ, നമ്മൾ കുറച്ച് അരിയാൻ കൊടുന്നിക്കണം. 1 കിലോ അരി എടുത്തുകാണ്ടേ അത് വെള്ളത്തിലിടണം. ആദ്യം കഴിക്കണല്ലോ അരി. ബസുമതി റൈസോ ഏത് റൈസാ ചങ്ങൾക്ക് മാണ്ടി എടുത്തോളൂ. റേഷൻ അരി ആണെങ്കിൽ എടുക്കാം. അതിന് മുമ്പ് നമുക്ക് എത്രങ്ങാനും സാധനങ്ങൾ നമ്മൾ പറയും മന്തിയൊക്കെ എത്തും വേണ്ട വെറുതെ കുട്ടികളെ അയക്കും വേണം കുറേ സാധനം. ഇങ്ങനത്തെ മല്ലി, നല്ല ജീരകം, എന്താ പറയുക, പെരുംജീരകം, എത്തൊക്കെയാണ് ദുനിയാവിൽ വേണ്ടാത്തത്. എല്ലാ സാധനവും വേണം. ഞാൻ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇട്ടിട്ടേ ഉണ്ടാക്കുള്ളൂ. എനിക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണവർ വീണ്ടും ഒരു ലൈക്ക് എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോരുക. അപ്പം മിക്സിൻ്റെ ജാറെടുത്ത് അതിക്ക് നമ്മൾ പച്ചമുളക് ഇടുക, ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇതൊക്കെ തൊളിച്ചിന വീഡിയോ ഞാൻ ലൈവായിട്ടിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ലൈവ് വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല. കുറേ ആൾക്കാർ അറിഞ്ഞിക്കണില്ലേ. അപ്പോൾ മാഗി കട്ട ഒരു പാക്കറ്റ് കൊണ്ടുവന്നാൽ അതിൽ 2 ഉണ്ടാവും കുട്ടികളെ. അത് നമ്മൾ 2 ഇങ്ങനെ പാത്തിച്ചിട്ട് എത്തിനാണ്. പിന്നെ പൂത്താൻ പോലെ കയറി. പിന്നെ നമ്മൾ എന്ന് മന്തി ഉണ്ടാക്കും കരുതിയിട്ടാണ്. ആണ്ടിലൊരിക്കലേ ഞാൻ മന്തി ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, 2 കണ്ടാൽ ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ കറുകപ്പട്ട എടുക്കുക, ഏലക്കായ എടുക്കുക, ഗ്രാമ്പു എടുക്കുക. ഇതൊക്കെ അരച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചി കണ്ടം, വെളുത്തുള്ളി, പച്ചമുളക് ഒരിക്കൽ പറഞ്ഞ എന്നെ 2 വട്ടം പറയുന്നുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് മനസ്സിലായാലോ ഇല്ലെങ്കിലോ ചിലപ്പോൾ പിന്നെയും നിങ്ങൾക്ക് സംശയം. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഭയങ്കര ഒത്തൊരുമ നോക്കിയാണെങ്കിൽ തലയിലെ പേ നോക്കുകയാണോലോ, അത് നടക്കുന്നുണ്ട്. പിന്നെ ഏലക്കായ നമ്മൾ ഇടണം, 2 ഇട്ടാൽ മതിട്ടോ. ഇതിക്ക് കുറേ ഞങ്ങൾ വാരിടണ്ട. പിന്നെ ഗ്രാമ്പു ഇടണം. ഇതൊക്കെയാണ് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായില്ല. ഇന്ന് എനിക്കുണ്ടല്ലോ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയി തിന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത് നിനക്ക് പെട്ടെന്ന് തിന്നുമ്പോൾ തന്നെ മനസ്സിലാകും അതിലെത്തൊക്കെയാണ് കൂട്ടിക്കണത്. അതൊക്കെ കണ്ട് അറിഞ്ഞ് മണത്തറിഞ്ഞാണ്ടൊക്കെയാണ് ഞാൻ ഇവിടെ ഓരോന്നും ഉണ്ടാക്കണത്. അപ്പം നമ്മൾ ഇട്ടെടുക്കണം പെരുംജീരകം, നല്ല ജീരകം, കുരുമുളക്, ഇതൊക്കെ നമ്മൾ ഇട്ടുകിടും. എത്ത് കണ്ടില്ല നിങ്ങൾക്ക് മിസ്സായി പോയോ? ഇല്ലല്ലോ, എനിക്കും മിസ്സായിട്ടില്ല, നിങ്ങൾക്കും മിസ്സായിട്ടില്ല. ഒക്കെ പറഞ്ഞതാണ് ഞാൻ. കുരുമുളക് കേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ വിചാരം ഞാൻ അടുക്കളയിലെത്തിയാൽ മസാല ഇടൽ നിർത്തുന്നു നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾക്ക് തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ. ഇനിയും നമുക്ക് കുറേ മസാല ഇടണം. എന്താ നമ്മൾ ഇടണില്ല എന്ന് പറഞ്ഞിട്ട് കുറേ മസാല ഇടുക. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതാ, ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ കുറേ മസാല ഇടും, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇട്ടെടുത്ത് ഉപ്പ്, കുറേ ഉപ്പ് ഇടണ്ട കേട്ടോ. മാഗി കട്ടയിൽ ഉപ്പ് ഉണ്ടാവും, അത് എഴുതിയാണ്ട് തീരെ ഉപ്പിടാതെ നിൽക്കും വേണ്ട. അപ്പോൾ പിന്നെ നമ്മളെ ചോറ്റിൽ ഉപ്പ് ഉണ്ടാവില്ല, തീയിൽ ഉപ്പില്ലാതെ ടേസ്റ്റും ഉണ്ടാവില്ല. കുറച്ച് മുളകും പൊടി ഇട്ട്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട്, അതൊക്കെയാണ് നമ്മൾ ഇടുന്നത്. ഇനി നമുക്ക് വേറത്തെ പൊടി ഇടാനില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി മുളക് പൊടി ഇട്ടത്. പിന്നെ നമ്മളെ വേസ്റ്റേജിൻ്റെ തവിട് ഓയിൽ അവസാനിച്ചാണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ മൂപ്പരാക്കാനോട് ഞാൻ പറഞ്ഞത് അന്ന് മന്തി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയക്കല്ലേ ഇനി. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സമ്മതിച്ചേക്കാണ്. പിന്നെ നമ്മൾ 2 തക്കാളി വെച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചിക്കണ്ടമാണെങ്കിൽ പിന്നെയും ചേർത്തെടുക്കുക. പിന്നെ നാരങ്ങ നീര് 2 or 3 എത്ര ഞങ്ങളെ പുളിക്ക് ആവശ്യത്തിന് ആണ് ചേർത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയില്ലല്ലോ, നിങ്ങൾ നാരങ്ങ നീര് നല്ലോണം ചേർക്കണം. കളർ നിങ്ങൾ ചേർക്കണം നിർബന്ധമല്ല. എന്നാലും ഈ കുട്ടിയൊക്കെ ഈ കളർ കാണുമ്പോൾ ഒരു ലുക്കുള്ളൂ. അത് കളർ ചേർത്ത് വെള്ളം അങ്ങനെ തളിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് എത്ര നേരം അയക്കണില്ലേ. അയക്ക് വേഗം അരി ഇടാം. നമുക്ക് വെള്ളത്തിൽ ഉപ്പിടാൻ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഇട്ടോളി. ഇട്ടിട്ടില്ലെങ്കിൽ ഉപ്പ് തീരെ ഉണ്ടാവില്ല കുട്ടികൾ. അത് നിങ്ങൾ പ്രത്യേകം നോക്കണം. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഉപ്പുണ്ടാക്കി നോക്കി 150 നോക്കി ഓരോ നോക്കലിലും നമ്മൾ ഉപ്പിട്ടെടുക്കുക എന്നാണ് പറയാനുള്ളത്. ഉപ്പുണ്ട നോക്കിയിട്ടാണ് ഉപ്പിടേണ്ടത്. അപ്പോൾ കജിമലൊക്കെ ആകെ കളറായിക്കണം. ആകെ അങ്ങോട്ട് അരപ്പാക്കി ഞാൻ എന്തപ്പോൾ ഞാൻ ചെയ്തിക്കണത്. അപ്പോൾ നമ്മൾ മസാല നല്ല അരച്ചങ്ങോട്ട് കൊണ്ടുവന്നു. മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വെച്ചാൽ ആ കുരുമുളക്, നല്ല ജീരകം, പെരുംജീരകവും ഇഞ്ചി കണ്ടവും ഇതൊന്നും നമുക്ക് കടിച്ചാൻ കിട്ടൂല. കടിച്ചാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി കടിച്ച മാതിരി എന്ന് പറയണം. നിങ്ങൾ കേട്ടണോ? നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കേൾക്കണം കുട്ടികളെ. അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിങ്ങൾ കേൾക്കാതിരിക്കാൻ പറ്റൂല. അത് കടിച്ചോണ്ടെന്നാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, നമുക്കെല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ കടിച്ചണ എന്തൊരു കഷ്ടകാലം അല്ലേ. അതൊന്നും കടിച്ചണ്ടാന്ന്. അതൊക്കെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. തക്കാളിയും പുളിയൊക്കെ പാകത്തിന് നല്ല പുളിയാണ്
പുളിയാണ് അല്ലല്ലല്ല പാകത്തിന് പുളിയൊക്കെ ചേർത്ത് പിന്നെ അവസാനമായിട്ട് ചട്ടിയിലിടുമ്പോൾ ചീർന്ന ഒരച്ചങ്ങൾക്ക് കേൾക്കണം. അതാണ് കേട്ടാലേ മനസ്സിന് റാത്തുണ്ടാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് പിന്നെ ഉപ്പുണ്ടോ നോക്കിയാണ്ട് ഉപ്പ് പാകത്തിന് അയക്കണമൊക്കെ ഇനി നമുക്ക് ചട്ടിക്കാൻ തിരിച്ചെടുക്കുക. അല്ലാതെ മസാലയിൽ കുറേ ഉപ്പ് പിടിച്ചട്ടെ മുളക് പിടിച്ചട്ടെ ഇറങ്ങാണ്ട് നമ്മൾ വെയിറ്റിങ്ങിനൊന്നും നിൽക്കണില്ല. കുട്ടികൾ ഈ മസാലൻ്റെ മണം വന്നപ്പോത്തിന് അടുക്കളയിൽ എത്തിക്കണം. കുഴച്ചിട്ടുള്ളൂ, ചട്ടിക്ക് ഇട്ടിട്ടും കൂടിയില്ല. അപ്പോത്തിന് കുട്ടികൾ പാഞ്ഞ് വന്നിക്കണ്. എന്താ ഇവിടെ ഉണ്ടാക്കണം, മന്തിയ നോൽക്ക് അതേ അറിയാം, പച്ചറച്ചി തിന്നാൻ വന്നിക്കുകയാണെന്നാണ് പറയുള്ളത്. അപ്പോൾ ഓരോന്നും നമ്മൾ ചട്ടിയിട്ട് നേരത്താണ് വെള്ളം അവിടെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറെങ്ങനെ വെന്തോണ്ടിരിക്കുന്നുണ്ട്. വേഗട്ട കുട്ടികളെ ഈ ചട്ടി മാണ്ടിയോലും വാങ്ങിക്കോളൂ. ഇത് സൂപ്പർ ചട്ടിയാണ്. ഇത് നമുക്കുണ്ടല്ലോ ടാഗ് ചെയ്ത് കൊടുത്തിരുന്നു ഞാൻ. നിങ്ങൾ വാങ്ങിക്കോളി. 1/2 കിലോ ചിക്കനൊക്കെ നേരത്തെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ 1 കിലോ ചിക്കനോടല്ലേ മന്തി ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ 2 ട്രിപ്പ് ഇടുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആകും. നിങ്ങൾക്ക് മണയും വാങ്ങിക്കോളി. ഇരുമ്പ് ചട്ടിയാണ്, അയൺ വർദ്ധിക്കാൻ ഏറ്റവും നല്ല ഇരുമ്പാണ്. അപ്പോൾ പാകത്തെ വേവായി കഴിഞ്ഞാൽ നമ്മൾ ആ ചോറ് അങ്ങോട്ട് ഊറ്റണം. വെന്ത് കലുവിലായാൽ മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കനാണെങ്കിൽ വെന്ത് ഒടിയാൻ പറ്റൂല. അപ്പോൾ പകുതി വേവിനെ നമ്മൾ കോരിയെടുക്കുക. വെറുതെ എണ്ണയും മുക്കിക്കാണ്ട് കോരിയാണ് അത് എഴുതിയാണ്ട് ഈ ചട്ടി പെരപ്പുണ്ട് എന്ന് പറഞ്ഞാണ്ട് അതിൽ കുറേ എണ്ണ പാരാൻ പാടില്ല. ഓരോരുത്തർ പാത്രം കൊണ്ടൊക്കെ വന്ന് നോക്കിയാണ് നമ്മുടെ പച്ചറച്ചി തിന്നാനാണ് ഓല് വന്നത്. ഞാൻ പകുതി വേവിനാ കോരിയത്. ആദ്യമേ ഞാൻ ഓലോട് പറഞ്ഞ ഇനിയും ഞാൻ മസാല ഇടൽ നിർത്തി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അതൊക്കെ നിങ്ങളെ വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ ഇവിടം കൊണ്ട് നിർത്തിയില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു 1.5 ഐറ്റം ഉണ്ടാക്കണേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല ജീരകം, പെരുംജീരകം, മല്ലി, കൊത്തമ്പാലി അതൊക്കെ നമുക്കിടാം. കൊത്തമല്ലി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? മല്ലി ഉണ്ടല്ലോ, മല്ലി നിങ്ങളെ നാട്ടിൽ എത്തതിന് പറയാം. ആ കുരുകുരിയായി നിൽക്കുന്ന സാധനം അത് കേക്ക് കൊണ്ടുവന്ന് തീക്കിടണം. പിന്നെ പെരുംജീരകം, നല്ല ജീരകം, കുരുമുളക് ഒക്കെ ഇടണം. പിന്നെ ഏലക്കായ, ഗ്രാമ്പൂ, പട്ട ഇങ്ങനത്തെ സാധനമൊക്കെ തീക്കാൻ ചെല്ലുമ്പോഴാണ് അതിനൊരു രസം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണേ. അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയാൽ മതി. ഇതൊക്കെ ഒഴിവാക്കാൻ ഞാൻ വിചാരിച്ച ടേസ്റ്റ് കിട്ടൂല. അതാണ് പ്രശ്നം. ഗ്രാമ്പൂ ആണ് ഇടുന്നത്. അപ്പം ഞാൻ ഇട്ട സാധനങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തെറ്റും വിചാരിച്ചിട്ടാണ്. ഞമ്മക്ക് തന്നെ തെറ്റുണ്ട്, പിന്നെ നിങ്ങൾക്ക് തെറ്റുമല്ലേ എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, പിന്നെ മല്ലി ഉണ്ടല്ലോ, പച്ചമല്ലി, മല്ലി പൊടിച്ചാത്ത മല്ലി അതിട്ട് കൊടുത്ത്, കുരുമുളക് ഇട്ടുകൊടുത്ത്, നല്ല ജീരകം ഇട്ടുകൊടുത്ത്, പെരുംജീരകം ഇട്ടുകൊടുത്ത്, കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടുകൊടുത്ത് എന്നിട്ട് അത് കരിയാതെ ഇളക്കിയെടുക്കുക. കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കരിക്കട്ടായാൽ പിന്നെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമോ? നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കരിക്കട്ടായാലും ആരെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം അത് അങ്ങനെ ഒരു വിധിയാണെന്ന് കരുതിയാണ് നമുക്കത് സമാധാനിച്ചാൽ നല്ലാത്ത പിന്നെ നമ്മൾ കാട്ടുക. അതോട് കരിച്ചെടുത്ത് ഇൻ്റെ കരിഞ്ഞിട്ടില്ല. ഞാൻ കരിണതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞെന്നാണ്. അപ്പം അത് ഓഫാക്കിയിട്ട് ഇളക്കിയാൽ മതി. അതിലിട്ട് കാണും ഇങ്ങനെ കറുപ്പിച്ചാൻ പോയാൽ അത് കരിഞ്ഞ് കരിക്കട്ടാവും കുട്ടികളെ. അപ്പം ഞാൻ വേറെ ചോദിച്ചിട്ടില്ല. നമ്മളൊരു പാത്രം എടുത്തുകാണ്ട് ആ ഒരു പാത്രത്തിൽ തന്നെ ഊറ്റലും വെക്കലും വിളമ്പലും ഇതിൽ നിന്ന് സാധനം കുറച്ച് ഇതിലേക്ക് ഇട്ടുകാണ്ട് അങ്ങോട്ടും ഇട്ട് ഇളക്കന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ ഇതുപോലത്തെ ഒരു മന്തി. എത്രങ്ങാനും നേരം ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കണേ. 1 മണിക്കൂർ വീഡിയോ പിടിച്ചിന് കുട്ടികളെ. ഇത് ഞാൻ എത്ര കരുതിട്ട് കണ്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കണ്ട് കൊണ്ടുവരണേ. ഇത് ഇന്നെങ്ങാനും പോസ്റ്റ് ആകുമോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരുമ്പോഴാണെങ്കിൽ സ്ട്രക്കിൻ്റെ ഒരു നൂലാമാല. ഇനി നമുക്ക് എത്തും കാട്ടല്ല. നമ്മൾ തിരിച്ചു മറിച്ച് ഇളക്കന്നെ മറിച്ചും തിരിച്ചുകൊണ്ട് ഇളക്കിയാണ്ട് എല്ലാം കൂടി ആ കൂട്ടി യോജിപ്പിച്ച് ഇളക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഇതിൽ ഇളക്കാനും സ്ഥലമല്ല, ഉള്ള സ്ഥലത്ത് വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ആക്കി ഇളക്കുകയാണ്. അല്ലെങ്കിൽ നല്ലോണം ഇളക്കി കിട്ടിയാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. മസാല ഇപ്പം തന്നെ പൊടിപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ മസാല പൊടിച്ചൂലാന്ന്. കുട്ടികൾ ചിക്കൻ മാത്രം കൊണ്ടുപോകുമ്പോൾ ആ ചോറിലൊന്നും മസാല ഇല്ലാഞ്ഞാൽ കുട്ടികൾ തിന്നൂല. അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ മസാല മൊത്തത്തിലാണ്ട് ഇളക്കിയാണ്ട് പൊടിപ്പിച്ചിട്ട് നടുവിലൊരു കുച്ചുത്തിക്കാണ്ട് ആ കുണ്ടിക്കാൻ വെള്ളം പാരി. അത് കരിയില്ലെന്ന് നമുക്കെങ്ങാനും വല്ല പൊടുത്തുണ്ടോ? നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെയാണ് മന്തി വെക്കണുള്ളൂ. എപ്പോഴും മന്തി വെക്കണില്ല. ഇന്നാളെ എൻ്റെ അഞ്ചത്തിൻ്റെ കൂടെ പോയപ്പോഴാണ് ഒരു മന്തി വെച്ചിട്ട് പിന്നെ ആ മന്തി വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് കൗത്തി ഒഴിച്ചെടുക്കുക. നല്ലൊരു മീൻസം കിട്ടണ്ട നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചിരട്ട കത്തിച്ചാൽ വെച്ചിക്കണേ. ആ ചിരട്ടാണ് കത്തട്ടെ. പിന്നെ കളറില്ലെങ്കിൽ ഒരു ലുക്കില്ല എന്ന് പറഞ്ഞാണ്ട് കുട്ടികൾ എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ കളർ ഇട്ടിക്കണം. എനിക്ക് ഇഷ്ടം തന്നെയല്ലേ ഈ കളർ ഇടണേ. പിന്നെ നിങ്ങൾക്കും വേണ്ട ഒരു ലുക്ക് കാണണ്ട. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെള്ളം പാരനെ എത്രയോ ചമാണ്ടിയോളം പാർന്നു കഴിഞ്ഞാൽ കഞ്ഞിയാക്കിയാൽ ഞാൻ ഉത്തരവാദി ആവില്ല. ഈ ചട്ടിയിൽ കുറച്ച് കരി കണ്ടപ്പോൾ എനിക്ക് അതിനൊരു പൂതി. അതാണ് തോണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് കാരണം. അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലത്തെ ബിരിയാണിയിലൊക്കെ ഒരു കരിവാണ്. കരിഞ്ഞാൽ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീതനമ കൂടി ചിന്തന് എന്തെല്ലാം തുൽമുകൾ. കുട്ടികൾ തേങ്ങ വെള്ളമാണ് പറഞ്ഞ് തേങ്ങ പൊട്ടിച്ചണ്. അതിൻ്റെ ഇടയ്ക്ക് ചിരട്ട കത്തിച്ചാൽ ഞാൻ കറുത്തൊരു ചട്ടിയാണ് ഇട്ട്. കരിഞ്ഞാൽ ആരും കാണൂലല്ലോ എന്ന് വിചാരിച്ച്. അല്ല നല്ല പാത്രമൊക്കെ ഇതിനെടുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ പീരാകും. അല്ല എൻ്റെ മൂപ്പരാക്കന്നെ പറയാം ചട്ടി പാത്രമൊക്കെ കേടത്തി. അല്ലല്ലാരും പറയില്ല, നിങ്ങളെന്നെ പറയാം. ആ താത്ത എത്തൊക്കെയാണ് ആ കാട്ടി കൂട്ടി വെച്ചാൽ ആ ചട്ടി നല്ലൊരു ചട്ടി
ചട്ടി, ഈ ചട്ടി കരിഞ്ഞാലും കരിക്കട്ടായാലും ആരും കാണൂല, കറുപ്പ് തന്നെയാണ് കുട്ടികൾ, അത് ഇരുമ്പാണ്. അപ്പോൾ നമ്മളിത് കരിക്കട്ടായിട്ട് നമ്മൾ ആ കരിക്കട്ടയുടെ ഭാരികാണ്ട് നമ്മളിപ്പോഴൊക്കെ ഓഫാക്കട്ടെ ഗ്യാസ്. പിന്നെ നമ്മൾ കത്തിച്ചിന് രണ്ടോടെ നമ്മൾ കത്തിച്ചണ്ട, ചട്ടിക്കും ഗ്യാസിനൊക്കെ പാടെ തിരിച്ചു പിടിപ്പിച്ചണ്ട. ആദ്യം ചിരട്ട കത്തി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ഓഫാക്കിയിട്ട് ഈ ചട്ടിക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇതിക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെത്ത കാട്ടണ്ടേ ഇതാണ്ട് അടച്ചു വെച്ചിട്ട് പോകാൻ കയറ്റി എടുത്തിട്ട് നമ്മളൊരു കുക്കർ ഒരു വിസിലാൻ വന്നിട്ട് ഓഫാക്കി എടുക്കുക. അപ്പോൾ ഫുള്ള് തിച്ചിൽ തന്നെയാണ് നമ്മൾ ഇടേണ്ടി കേട്ടോ. കരിയാതെക്കാൻ വേണ്ടി എത്ര വട്ടം നമ്മൾ വെള്ളം പറഞ്ഞു. പിന്നെ നമ്മൾ ആ കുക്കറിലെത്താൻ വെച്ചത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അത് നമ്മൾ ഉരുളങ്ങേങ്ങിൻ്റെ ഇതാണ് വെച്ചത്, അപ്പോൾ ഈ കുക്കർ തുടങ്ങി. ആ കുക്കർ കൂക്കി ഞാൻ ഓഫാക്കി. എന്തെല്ലാം അക്രമങ്ങളാണ് അതിൻ്റെ അടിയിൽ നടന്നത്. കുട്ടികളെ ജഗപ്പുക നീരാട്ട് അതൊക്കെ ഇതിൽ വന്നുകൂടോ അല്ലെന്ന് എനിക്കറിയില്ല. ചോറിൻ്റെ മണം വരുമ്പോത്തിന് അടുക്കളയിൽ നിന്ന് ഒരു ചിക്കൻ പൊരിഞ്ഞ മണം വരെ വരാൻ പറ്റാത്ത കോലത്തിൽ അപ്പോത്തിന് കുട്ടികൾ പാഞ്ഞ അടുക്കളയ്ക്ക് വരും. ഇതുകൊണ്ട് നിങ്ങൾ നിർത്തിയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തെറ്റിപ്പോയി കുട്ടികളെ. അതിൻ്റെ ഇടയിൽ വീതർമ്മ കൂടെ കുറേ ചിന്തിന ഒന്ന് തോത്താനും തുറക്കാനും നേരെ കിട്ടിയില്ല കുട്ടികൾ. അതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അയിമൊക്കെ നോക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓഫാക്കിയിട്ട് ആ ചട്ടി പച്ചമുളക് ഇട്ടുകാണ്ട് വെറുതെ ഇങ്ങനെ കത്തിച്ചുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിക്ക് കൊണ്ടുവന്ന് വെക്കാനുള്ളതൊക്കെ അങ്ങോട്ട് തന്നെ വെക്കണം. അങ്ങനെ എല്ലാ മസാലയും നമ്മൾ ഇതിക്കന്നെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഫ്രിഡ്ജ് അടച്ചുകാണ്ട് പിന്നെ നമ്മൾ അപ്പുറത്തത് എന്തായി ഇപ്പുറത്തത്തെ അപ്പുറത്ത് വെച്ച് ഇപ്പുറത്തേക്ക് വെച്ച് ഇതൊക്കെ ഒന്ന് തോത്തി തുടച്ച് ഇന്നത്തെ ആ ദിവസമാണ് കഴിഞ്ഞിട്ട് കുട്ടികളെ. അപ്പോൾ നമ്മൾ 1 മണിക്ക് മന്തി വെച്ചു. മന്തി വെക്കാനുള്ള പുറപ്പാടന്നെ 12:30 തുടങ്ങിയത്. 1:45 എല്ലാം സെറ്റായി. ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ കാട്ടിയിരിക്കണത്. ആ വീഡിയോയിൽ മുഴുവൻ അതൊക്കെ പോയല്ലെത്താ പിന്നെ കാട്ടുക. എൻ്റെ സബ്സ്ക്രൈബർമാർക്കും എൻ്റെ ഫോളോ ചെയ്ത വെച്ച ആൾക്കാർക്ക് എനിക്ക് ആകെ 6 ഫോളോവേഴ്സ് ഉള്ളൂ. അതന്നെ എൻ്റെ കുടുംബക്കാരും. അപ്പോൾ ഓൾക്കൊക്കെ ഇത് എന്നെ മനസ്സിലാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്ത്. ഇനിയിപ്പോൾ അവിടെ കുറേ സ്റ്റിക്കർ ഇടാനും അവിടെ കുറേ അപ്ലോഡ് ഇടാനൊന്നും വെച്ച് നേരമില്ല. ഉള്ള കാര്യം പറയാലോ, ഇതിൻ്റെ പിന്നാലെ എടുക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചോറ് വന്നിട്ടോ ഫുൾ ആവിയാണ് കളഞ്ഞ് ഞാൻ. ഇനിയിപ്പോൾ എത്ര കുറേ നോക്കി കുത്തിറക്കാൻ വെയിറ്റിംഗ് ഒന്നുമില്ല കുട്ടികളെ, വെയിറ്റിംഗ് ഒന്നും നമുക്കില്ല. എന്നെ നമ്മൾ വേഗം വിളമ്പ് തന്നെ ഫുൾ ആവി കളഞ്ഞുകാണ്ട്. കാരണം 3/4 വെന്ത സാധനമാണ്. പിന്നെ ഇതിനകത്തിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് വെന്തുകണ് ഊറ്റുമ്പോൾ തന്നെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വേവിച്ചാൽ നിന്നില്ല. പിന്നെ ഇതിൻ്റെ മണം അങ്ങോട്ട് വന്നിട്ടേ കുട്ടികൾക്കാണെങ്കിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാൻ പിന്നെ കുട്ടികൾക്ക് മുട്ട പൊരിച്ചതും ചോറൊക്കെ വാരി കൊടുത്തിട്ടാണ് ഇതിന് നിന്നത്. എന്നാലും ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. മന്തിയൊക്കെ അങ്ങോട്ട് മണക്കുമ്പോഴേ എത്തന്നറിയില്ല, ഓൾക്ക് വല്ലാത്തൊരു പൂതി. അപ്പോൾ ഇതിങ്ങനെ ഇളക്കന്നെ ഇതിലാണെങ്കിൽ ഇളക്കാനും സ്ഥലമല്ല. നമ്മളെത്ത കാട്ട ഒന്ന് വീഡിയോ അപ്പുറത്ത് കൊണ്ടുപോയി എടുത്തിട്ട് നല്ല തംബ്ലൈനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇളക്കിയിട്ട് വിളമ്പിയിട്ടൊക്കെ ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ സോസ് ഉണ്ടാക്കിയില്ലല്ലോ കുട്ടികളെ. അപ്പോൾ ഈ സോസിലെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഉരുളങ്ങ വെന്തപ്പുള്ള വെള്ളം ഞാൻ ഒഴിവാക്കാൻ പോയില്ല. അതിൽ നമ്മൾ വെളുത്തുള്ളിട്ടാണ് വേവിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് തീക്കാൻ തട്ടി. അപ്പോൾ നമ്മൾ ഇതിങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുക. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിന്. ഇതൊക്കെ ആയാൽ തന്നെ നമ്മളെ മന്തി റെഡിയാവും. പിന്നെ പത്തങ്ങളോട് പറയാനുള്ളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് വരിക. ഇതുപോലെയുള്ള നല്ല വീഡിയോ ഉണ്ടാവും. പിന്നെ കുറച്ച് പാൽ ഇതിക്ക് പാരണല്ലോ, അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഉരുളങ്ങ ഒഴിച്ച വെള്ളമായതുകൊണ്ട് തന്നെ ഒക്കെ പാടെ ലൂസ് പരുവായി. എന്നാലും ചോറ്റിക്ക് കലക്കിയാണ് പാർന്ന് തിന്നാ വിചാരിച്ചു. ആദ്യം തന്നെ ഉരുളങ്ങ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കണ്ടാ വേവിച്ച്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപ്പിടാല്ല. പിന്നെ കുട്ടികളോട് ഞാൻ പറയാണ്, ഞാൻ വീഡിയോയിലുണ്ടോ, ഞാനിപ്പോൾ യൂട്യൂബിൽ എത്തുമോ, ഞാൻ എവിടെ ഇപ്പോൾ ഉള്ളത് ഓലോട് ചോദിച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒക്കെ ചോദിച്ചതാണ് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എവിടെ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചിലപ്പോൾ വീഡിയോ ഓണാക്കിയിട്ടുണ്ടാവില്ല. വീഡിയോയിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ടാവും, നമ്മൾ ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെ പലതും ഈ ദുർബല നിമിഷത്തിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നണേന് നിങ്ങളൊരു 10 ലൈക്ക് എനിക്ക് തരണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളെ മന്തിയൊക്കെ റെഡിയായി. വിളമ്പണ വീഡിയോ നേരത്തെ കാണിച്ചുകൊണ്ട് ഇനി വിളമ്പി ഞാൻ നേരം കളയുന്നില്ല. നമുക്ക് പോകാം. ഇളക്കുക, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് കരിഞ്ഞാലും ടേസ്റ്റാണ് കേട്ടോ. ഈ ഹോട്ടലിലൊക്കെ കണ്ടില്ല നിങ്ങൾ ചെറുതായിട്ട് കരിഞ്ഞത് കരിഞ്ഞില്ല കേട്ടോ കുട്ടികളെ. ഞങ്ങളോട് പറയാം ചെറുതായിട്ടൊന്ന് ചെറിയ തോതിലൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിൽ നമ്മൾ എത്തൊക്കെ ഇട്ട് പല ജാതി സാധനങ്ങൾ ഇട്ടുകൊണ്ട് ഇത് നല്ല അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അടിപൊളിയാന്ന് തന്നെയാണ് പറയാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയാണ്ട് കൊണ്ടുവന്ന് തരാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി വീഡിയോ വൈൻഡപ്പാക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി സോസും പിന്നെ എന്താ പറയുക ടൊമാറ്റോ സോസ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയാം, അതൊക്കെ കൂട്ടിക്കാണ്ട് ഈ മയോണൈസൊക്കെ കൂട്ടി ചേർത്ത് കാണ്ടാണ് തിന്നാണ്ടല്ലോ കുട്ടികളെ. വേറെ ലെവലാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. കുറേ എഡിറ്റ് ചെയ്യാനും നിന്നില്ല. ഒറ്റ ശ്വാസത്തിൽ ഇൻ്റെത് മുഴുവൻ പറഞ്ഞാൽ തീർന്നു. നമ്മളിപ്പോൾ ഇതിനപ്പോൾ 2 ഭാഗത്തൊക്കെ ബിസ്മയൊക്കെ ചെല്ലിയോ ഞാൻ മറന്നോ എത്തിപ്പോൾ ഞാൻ കാട്ടിയത് ചോറൻ കണ്ടുകാണ്ട് ആക്രാന്തം മുത്തുകാണ്ട് അയക്കടെ ചാടി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ബിസ്മയൊക്കെ 2ാമത് തിന്നപ്പോൾ ചെല്ലി എല്ലാത്ത കാട്ടണം മറന്നുകണ് കുട്ടികളെ ആക്രാന്തം. നേരത്താണെങ്കിൽ എൻ്റെ മൂപ്പരാക്ക് ഇവിടെ ഉണ്ട്. മൂപ്പരാക്കാണെങ്കിലോ ഈ ടൊമാറ്റോൻ്റെ സോസ് ഉണ്ടല്ലോ ചോറ്റിക്ക് പാരണ കണ്ടുകൂടാ. അതുകൊണ്ട് ഞാൻ ആ സോസ് പാരാൻ പറ്റാത്തതുകൊണ്ട് ആകെപ്പാടെ ഇടങ്ങേറായി കണ്ട് തിന്നണാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ മൂപ്പരാക്കുള്ള പയക്കൂല. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യൂലേ. ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.